നമ്മള് പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് അമ്മിമാമാനെ സർപ്രൈസ് ആക്കാൻ പോവാണ്. അമ്മിമാമാന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പൊ അമ്മിമാമാനെ നമ്മള് സർപ്രൈസ് ആക്കാൻ പോവാണ്. നമ്മളെ കുറെ പരിപാടി നമ്മള് കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ബർത്ത്ഡേ ആയ കേക്ക് ഒക്കെ വേണല്ലോ. അമ്മിമാമാന്റെ ബർത്ത്ഡേ പറഞ്ഞ അമ്മിമാമ ആരാ? ജസീലിന്റെ മാമ. ജസീലിന്റെ മാമ പറഞ്ഞാരാ? കുടുംബത്തിലെ ഫണ്ണി ഗൈ. ജസീലിന്റെ മാമ പറഞ്ഞാറ് നമ്മളെ അമ്മിമാമയുടെ ബർത്ത്ഡേക്ക് നമ്മള് ഫുള്ള് അടിപൊളിയായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. പരിപാടിയാണ് ഷാർപ്പ് 12 മണി. അതെ, നമ്മള് 12 മണി അറിയണമെങ്കിൽ ഉഷറെ 12 മണിക്ക് നമ്മളവിടെ എത്തിയിരിക്കും. അത് എത്ര മാമി അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താവും അറിയില്ല അല്ലേ? ഒന്നും അറിയില്ല. മാമിക്ക് നമ്മള് ചെല്ലുന്ന കാര്യം അറിയാം, ചെല്ലുമെന്ന് അറിയാം. 12 മണിക്ക് എത്തുമെന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ നമ്മള് 12 മണിക്ക് അതെത്തണം. ഇത് അബുദാബിന്ന് ഷാർജയ്ക്ക് പോകുക പറഞ്ഞാല് അത്രയും ടാസ്ക് പിടിച്ച വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മള് 12 മണി നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ലേറ്റ് ആയി ഇറങ്ങാൻ. അതെ, 10 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 12 മണി ആകുമ്പോഴേക്കും ഷാർജ. അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ, ആ ഒരു ഒറ്റ പോയിന്റിലുള്ള പോക്കാണ്. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം അല്ലേ? കാണാം. ഏകദേശം നമ്മള് എത്താനായിട്ടുണ്ട്. അതെ, എത്തി നമ്മള് ഷാർപ്പ് എത്തി. നമ്മളെത്തി. ഒരു മിനിറ്റ് ഉള്ളൂ. അതെ, ഒരു മിനിറ്റ്. നമ്മൾ 55-ന് എത്തി. നമ്മള് ശരിക്കും അവിടുന്ന് പോരുമ്പോ നമ്മള് മാപ്പിൽ നമുക്ക് എത്ര 12:08 പക്ഷെ നമ്മള് ഡ്രൈവ് ചെയ്തിട്ട് ഞാനോ എന്തൊക്കെ കാണുന്നുണ്ട്. ഓടാണ് കായ്സ്, ഓടാണ്. വേഗം പോയിട്ട് സർപ്രൈസ് കൊടുക്കാനുള്ള. വായോ 19 വായോ. ലെഫ്റ്റിന് വെയിറ്റ് ചെയ്യണേ. എത്തും. അതിന് 59 ഒരു മണിക്കൂർ അല്ല, ഒരു മിനിറ്റ് ഉണ്ട്. ഒരു മിനിറ്റ് കൂടി ഉണ്ട്. ലെഫ്റ്റ് ആഴ്ച തുറക്കണമില്ല. ഇപ്പം എത്തും. ഇതെന്നടാ നമ്മളപ്പുറത്ത് കൂടെ കയറി 2 എൻട്രൻസ് ഉണ്ട്. അഫ്സലിനെ മാത്രമാണ് ഉറപ്പില്ല, ഓർമ്മയില്ല. ഉറപ്പുണ്ട് 3 അപ്പൊ ഗൈസ് നമ്മള് ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. 12 മണി പറഞ്ഞാൽ 12 മണി. മാമന് സർപ്രൈസ് കൊടുത്ത് പൊളിപ്പ്. നമ്മൾ ബൊക്കൊക്കെ ഉണ്ട് കേട്ടോ, ബൊക്കൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. നമ്മളെത്തി. തുറക്കണില്ലല്ലോ. 12 മണിയായി. മാമ ഡോർ ഓർക്കണില്ല, ചെറിയൊരു ഡീലേ ഉണ്ട്. ഉറങ്ങിണ്ടാവില്ല. ഇനി മാമ എങ്ങാനും പോയോ? മാമിക്ക് വിളിച്ചു നോക്കണോ? ഗൈസ് ചെറുതായിട്ടൊരു പ്ലാൻ ചേഞ്ചിങ് ഉണ്ട്. ചെറുതായി മൂഞ്ചോ സംശയമുണ്ട്. ഡോർ അകത്തുനിന്ന് ആരും തുറക്കുന്നില്ല. ചെറുതായിട്ട് നമ്മള് ചെറുതായി പാലേ പോലും കിട്ടാ. കേക്ക് നമുക്ക് കഴിക്കണം. മാമ എന്ത് മാമി കുളിച്ചോക്കണം. എന്താണ് ചെറിയ പ്രശ്നം. മാമി പുറത്ത് വയ്ക്കുക. അയ്യോ, 12 മണി ചെറുതായിട്ടൊന്ന് മാറ്റാൻ നമുക്ക്. ഒരു വേറെന്തോ പ്ലാൻ ഉണ്ട്. ഒരു പുറത്ത് പോയി നമുക്ക് തൽക്കാലം ചവിട്ടലടിയിൽ വെച്ചിട്ട് കീ ഇട്ടിട്ടുണ്ട്. നമുക്ക് അകത്ത് വെയിറ്റ് ചെയ്യാം. സർപ്രൈസ് മൂഞ്ചിരിക്കുന്നു ഗൈസ്. നമ്മുടെ ടൈമിങ് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ബർത്ത്ഡേ ബോയ് ഇവിടെ ഇല്ല. ബർത്ത്ഡേ ബോയ് പോയി. റൂം മാത്രം കാശി. ചാവി എടുത്തോ. അങ്ങനെ ഇതാണ് നമ്മുടെ മാമാടെ വീട്. മാമല്ല, ബർത്ത്ഡേ പാളിപ്പോയി. കേക്കും പൊക്കും ഞാനും മാത്രം. മാമല്ല. അല്ലേ എൻ്റെ മാമ അങ്ങനെ തന്നെ. ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. മാമി പുറത്ത് പോയിക്കാണ്. അപ്പം ഇനി ഒരു വന്നിട്ട് എപ്പോഴാണോ വരുന്നത് നമുക്ക് അപ്പോൾ വീടിൻ്റെ അകത്ത് നിന്നിട്ട് ഓരോ സർപ്രൈസ് ആക്കാം. അതാണ് ഒറിജിനൽ സർപ്രൈസ്, പ്ലാൻ ബി. അതെ, ഓരോ വീട്ടിൽ പോയിട്ട് ഓരോ സർപ്രൈസ് ചെയ്യാം. കില്ലാടി. നമുക്കപ്പോൾ അതങ്ങനെ സർപ്രൈസ് ആവും മാമ, ഉറപ്പാണ്. മാമ ചാവി പുറത്ത് വെക്കണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകണ്ടേ? നമുക്ക് ലോക്ക് ചെയ്യണ്ട, റൂം ലോക്ക് ചെയ്യണ്ട. റൂം ലോക്ക് ചെയ്യാണ്ട് ചാവി ചോട്ടിലേക്ക് വെക്കുക. അപ്പൊ മാമ കഴിഞ്ഞാല് തുറക്കൂല. ആദ്യം തുറന്നോട്ടെ. തുറക്കുമ്പോ ചാവി ആരോ യൂസ് ചെയ്ത പോലെ മനസ്സിലാവൂലേ? മനസ്സിലാവട്ടെ. അപ്പൊ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും മാമ ഉള്ളിൽ കയറുമ്പോ.
ഇപ്പൊ നമ്മള് റൂമിൽ എന്തായാലും ഇവിടെ നമ്മൾ അകത്ത് കയറി. അകത്ത് കയറിയില്ലേ? ഇനിയിപ്പോ അഫ്സല് പറയുന്നത് റൂം പൂട്ടിയിട്ട് നമ്മള് പുറത്ത് നമ്മളകത്ത് നിന്നിട്ട് റൂം പുറത്തുനിന്ന് കൂട്ടണം. അതാ പ്രശ്നം. ആ കൺഫ്യൂഷനായി. കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് മാമ വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് പോവാം. വിഷമിട്ട് കാര്യമില്ല, ഇവിടെ ഒന്നും കേക്ക് എന്നാലും മുറിച്ചിട്ട് മാമാനെ ചാമ്പ അല്ലെങ്കിൽ ഇന്ന് മാമാനെ ചാമ്പിട്ടാ. ഇതെങ്ങനെ തുറക്കുക? കത്തിയൊക്കെ ഉണ്ട്. ആ ഒരു കോമഡി ഉണ്ട്. കേക്ക് ഓടിയപ്പോ കേക്കിന്റെ ഫെറർ റോഷറൊക്കെ മുങ്ങിപ്പോയിട്ടോ സംശയം. അയ്യോ, ആ കേക്ക് ചെറുതായിട്ടൊന്ന് പൊസിഷൻ മാറിയിട്ടുണ്ട്. നശിപ്പിച്ച് സീനൊന്നുമില്ല. അയ്യോ അടാ, അത് പുറത്താക്കല സീനല്ലേ. കുറച്ചങ്ങോട്ട് തള്ളു തള്ളു തള്ളാൻ പറ്റൂലേ? തള്ളേ. കഴിഞ്ഞ്. ഹാപ്പി ബർത്ത്ഡേ അമിക്ക. ചെറിയൊരു ഫംഗ്ഷൻ. ബൊക്ക കാണണോ? ഇങ്ങനെ ആണോ? എന്നെ പോലെ ഒരു അനന്തരവനെ കിട്ടിയതിൽ മാമ അഭിമാനം കൊള്ളുന്നു. മാമി അടുക്കളയിൽ എന്തെങ്കിലും തിന്നാണ്ട് വെച്ച് നോക്കട്ടെ നമുക്ക്. നമുക്ക് തൽക്കാലം മാമാടെ അടക്കള ഒന്ന് കയറിയോ? മാമിയുടെ അടുക്കളയിൽ നോക്കിയിട്ട് എന്തെങ്കിലും തിന്നാൻ. ആ ചിപ്സ് ഉണ്ട് കേട്ടോ. എടാ ഗീ റൈസ് ഉണ്ട്. ഗീ റൈസ് ബീഫ് കറി ഉണ്ട്. അല്ലെങ്കിൽ മാമി മുത്താണ്. മാമിക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. മാമിയുടെ ബീഫ് സർപ്രൈസ് പാടിയെങ്കിൽ എന്താ കേട്ടോ നല്ല പാത്രം പൊക്കി പിടിക്കണല്ലേ. നമ്മള് സർപ്രൈസ് ചെയ്യാൻ വന്ന് ഒരു മുങ്ങി. നമ്മുടെ തെറ്റാണോ? പ്രത്യേകിച്ച് ഷാവല് എന്താ വേണ്ട? കേക്ക് ഉണ്ടല്ലോ. മാമാട് പറഞ്ഞാ ബീഫും നെയ്ച്ചോറും വെച്ചിട്ട് വീട്ടിൽ കയറിനാന്ന്. കേക്ക് നോട്ടെ ബീഫ് നിന്ന് സംഭവം. ഇത് നമുക്ക് നല്ലൊരു സർപ്രൈസ് ആയിട്ട്. ഇത് നല്ല സർപ്രൈസ്. മാമി സൂപ്പർ. മാമി കരുതി രണ്ട് ദിവസമായിരിക്കുന്നതാണ് തോന്നുന്നുണ്ട്. അയ്യോ അങ്ങനെ കുഴപ്പമില്ല. ബീഫ് ഇട്. മൂടുപോയി ഇലക്ക കടിച്ച് വെറുതെ മനുഷ്യന്മാരെ കൂടുതലായി നല്ലടാ. അതൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ നെയ്ച്ചോറ് പറയാം. അല്ലെങ്കിൽ വെറും ചോറായില്ലേ കൊട്ടാ. മാമിക്ക് കുറെ ഇലക്കായ കിട്ടിയിട്ടുണ്ടോന്നൊക്കെ സംശയം ഉണ്ട്. ഫുള്ള് ഇലക്കായ ചാമ്പി വന്നിട്ടോ. നല്ല ചാമ്പി വന്നിട്ടോ. കുറെ കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ കൈയിട്ട് വാരി തിന്നുന്നത് അല്ലേ? പണ്ടൊക്കെ സ്കൂൾ മേനേഴ്സ് ബിഷർ. പക്ഷെ മാമിയുടെ നെയ്ച്ചോറ് രസം ഉണ്ടോ? കിട്ടില്ല നെയ്ച്ചോറായിട്ട്. ഓ നമുക്ക് ചോറ് തീ കിട്ടാൻ മതി. വേണ്ട നെയ്ച്ചോറ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഫ്രിഡ്ജ് തുറന്നപ്പോൾ 2 ബന്നിട്ട് ഞാനല്ലേ അടുത്ത ചേച്ചി. മാമി ക്ഷമിക്കണം, വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാമിയോട് പ്രത്യേകം പറയണത് ഞാനല്ലേ എടുത്തത്.
ഫ്രണ്ട്ഷിപ്പത്തെ വേണം. ആ ഇത്രേ കിട്ടിയ 2 പെന്നാ വീഡിയോ എടുക്കുന്ന നേരത്തെ പന്നേരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാഹുലിന് വിശന്ന പ്രശ്നമാണ് ചാമ്പി ഗൈസ്. ചോക്ലേറ്റേക്ക് ചോക്ലേറ്റ് പറ്റുമോ? എന്തെങ്കിലും ബാക്കിണ്ടാ? ചക്കര മത്ത മാത്രമേ ഉള്ളൂ. അത് മാമിക്ക് ഒരു നോട്ടേരെ പാവം. ഡാർക്ക് ഫാന്റസി ഒക്കെ ഉണ്ട്. ഡാർക്ക് ഫാന്റസിന് ഒന്ന് കഴിച്ചോ? സാവിന് അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ട്. ബ്രെഡ് തിന്ന പാത്രം കഴിക്കണം, ഒരു മര്യാദയാണ്. തിന്നത് മൊത്തം ചാവൂലാണ്, പിന്നെ ഒന്നെ കഴിയൊക്കെ ഉണ്ട്. ഇവനാണ് മര്യാദ രാമൻ. എത്ര കാലം തിന്നെങ്കിലും അപ്പൊ ഒന്നെ കഴിക്കും. ആ ബണ്ണ് ബാക്കിലേക്ക് വെച്ചോട്ടോ. സൂപ്പർ സാധനം. എടാ ഇവര് വെള്ളമൊന്നും കുടിക്കല്. നമുക്ക് നമ്മള് മാമിയുടെ ഹോം ടൂറാണ്. അപ്പോൾ ഫ്രിഡ്ജിനെ നമ്മളെ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് കക്കൽ, ഇത് ചിക്കൻ ചെസ്റ്റ് പീസ്, കാട, ഇത് സോസേജ്, ഇത് പാത്രം മാത്രം വെച്ചിരിക്കുക. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. പിന്നെ പാത്രം കഴിക്കാൻ കേണ്ടില്ല, ഇപ്പോഴും പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. കൂന്തൽ മസാല. ജസീല നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാലോ ഇവിടെ? വേണ്ട. പിന്നെയും കാലിപാത്രം. ഇതെന്തിനാ പാത്രം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്? തണുക്കാനക്കാരം പാത്രത്തിനുണ്ടാവില്ല പുതിയത്. എന്ത് ഇതെന്താ കഴിഞ്ഞില്ലത്? ഇത് കഴിഞ്ഞില്ലേ? കട്ട പിടിച്ചത് എങ്ങനെ കളയാതെ പാത്രം കഴിയിട്ടില്ല. അത് മാമി കഴിക്കോളൂ. കുഴപ്പമില്ലടാ, മാമി അതൊക്കെ ക്ഷമിച്ചോളാം. മാമിയല്ലടാ, അതെ, എന്റെ മാമി പറഞ്ഞ ഞങ്ങളുടെ മാമിയല്ലടാ. അതെ. മിക്കവാറും ഇത് കഴിഞ്ഞാല് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇപ്പൊ തന്നെ ഞാൻ വാദിക്കല നിൽക്കുന്നത്. തറവാട്ടില് അകത്തേക്ക് കയറ്റണോ പുറത്തേക്ക് ആക്കണോ തീരുമാനിച്ചിട്ട് ഈ ഒരു ഇൻസിഡന്റോട് കൂടി ഞാൻ പുറത്താവുന്നതാണ് ഗൈസ്. എല്ലാവരും സന്തോഷപൂർവ്വം ഇന്ന് സ്വീകരിക്കണം. മാഗി ബൂസ്റ്റ് കട്ടുന്നിട്ടില്ല. ബൂസ്റ്റ് തിന്നതിന് കുഴപ്പമില്ല. തിന്നുമ്പോ തിന്നണ്ട് പാൽപ്പൊടി അല്ലെങ്കിൽ ഹോർലിക്സ്. ഒരു അണ്ണാക്കിൽ ഇവിടെ നിൽക്കും. ഭയങ്കര ഇങ്ങനെ മാന്തമില്ല. ബൂസ്റ്റ് ഉണ്ട് ഗൈസ്, മുളകും പൊടി. മാമി നേരെ വെക്കാൻ മാമിക്ക് നല്ലല്ല. ഞങ്ങൾക്ക് വിശക്കും തോറും ഞങ്ങൾ വിശക്കും തോറും മാമിക്ക് പ്രശ്നമാവും. ഡാർക്ക് ഫാന്റസി ആയി ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓഫർ നമ്മൾ മദീനെ കണ്ടില്ലേ? 3 11 റംസ് പറ്റിച്ചിട്ടോ. ഈത്തപ്പഴല്ല, പുളിങ്ങാണ്. ഞങ്ങൾക്ക് ഈത്തപ്പഴം എന്ന് പറയുന്നത് പുളിങ്ങട്ടുമായിട്ടുണ്ട് ഷാവുൽ. ഇറക്ക് തോന്നതേ മാമ വരുമ്പോ ചിപ്സും നുറുക്കൊക്കെ കൊണ്ടുവന്നുണ്ടാവും. അതാ ചിപ്സ് ബീഫും ചിപ്സും. ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നം. ഇത്ര തിന്നതൊന്ന് പോരാ അഫ്സൽ, ഇനി വിശക്കാത്രേ. ഞാൻ ചട്ടി മാത്രം ബാക്കിയുള്ളൂ. ഇന്ന് ചാമ്പിയാടാ. ബാക്കി മാത്രമുള്ളൂ. അത് തിന്നോ, കുഴപ്പമില്ല. മാമൻ നമ്മളോടൊന്നും തോന്നരുത് പറഞ്ഞാൽ. ഞാന് പോകുമ്പോ നമുക്ക് ജാമ്യം എടുക്കാം. എന്റെ മാമേനെ സ്നേഹമുള്ളവനാ. ജസീലിന് അവസാനം ഒരു ബില്ല് കൊടുക്കത്തറ ഇവിടുന്ന് പോകുമ്പോ. അതൊക്കെ കഴിഞ്ഞ് മാമി വേണമെങ്കിൽ നെയ്ച്ചോറുണ്ട് കഴിച്ചോറ്. പിന്നെ അയ്യോ വോയിസ് കണ്ടില്ല. പിന്നെ 2 ബണ്ണിന് ഇരുന്ന് അതും തീർന്ന്. പിന്നെന്താ പാത്രം ഞങ്ങൾ കഴിച്ചിട്ട് ചോക്ലേറ്റിൽ ഒന്ന് ബാക്കിയുണ്ട് പറയണം. ഡാർക്ക് ഫാന്റസി ഡാർക്ക് ഒന്നേ കഴിച്ചിട്ടുള്ളൂ. ഡാർക്ക് ഫാന്റസി ടേസ്റ്റ് ഉണ്ട് പറയാം. വരുമ്പോ ചോക്ലേറ്റ് മേടിച്ച് വരാൻ പറഞ്ഞോളാ. വരുമ്പോൾ KFC മതിയെന്നാ. KFC മതി.
അല്ലേ 50 റുപ്യ എണ്ണ അടിച്ചിട്ട് അബുദാബിന്ന് പോകുന്ന ഫുള്ള് ലാഭം. കൊടുക്കണു എന്താ എന്റെ പെണ്ണുങ്ങളോ പാത്രം കൊടുക്കാൻ? എന്താ പെണ്ണുങ്ങൾക്ക് പാത്രം കൊടുത്ത് കഴുകല്? എനക്ക് കഴുകാൻ പറ്റൂല. എങ്ങനെ എങ്ങനെ ഞാൻ മാത്രം ഞാൻ കഴിക്കണം. എന്റെ പേരല്ലോ തിന്നു പാത്രം കഴുകണം. ആര് കഴുകണം? ഞാൻ എപ്പോ കഴുകണം? ഇത് കഴിഞ്ഞിട്ട് അത് പെരക്കാര് കഴുകിച്ച് കഴുകലുണ്ടോ? ഇത് എത്ര വട്ടം കഴിക്കണം? സത്യം പറഞ്ഞു. അങ്ങനെയാണല്ലോ ഇപ്പത്തെ ട്രെൻഡ്. എന്റെ പാത്രം തന്നെ കഴുകണം. എന്റെ പാത്രം ചിലപ്പോ പെരക്കാരൻ പ്രശ്നം ചർച്ച. ഇവന്റെ പേരേല് 10 നിന്ന് മാത്രം ഇപ്പം തന്നെ കഴുകരുത്. നമ്മുടെ പേരയിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മള് വെച്ചാൽ നമ്മൾ തന്നെ കഴിക്കും. നല്ല കുട്ടികളൊക്കെ അങ്ങനെ തന്നെ. എൻ്റെ ഉമ്മക്ക് അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ഉമ്മ ചില നേരത്തെ ഉമ്മ കഴുകും. ആകെ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാല് കൈ കഴുകി കഴിഞ്ഞാൽ ബേസിൽ തുപ്പി കഴിഞ്ഞാൽ അടിയിട്ടോ. അത് ഉറപ്പാ. എടാ ഇതിന്റെ അവസാനല്ലേ ഇത് കഴിഞ്ഞില്ലേ? അപ്സരെ പാത്രം കഴുകിയില്ല. എങ്ങനെ ചാവല് തിന്ന പാത്രം കൊണ്ടുവരാ, തിന്ന പാത്രം കൊണ്ടുവരാ. ഇത് ഇങ്ങോട്ട് വന്നിക്ക പാത്രം കഴുകാന്. മറ്റേ ഹാമർ വരും. ഹാമർ സോറി ഗൈസ്, ഹാമർ വരും. അപ്പോൾ ഈ പെണ്ണ് ഇവിടെ കണ്ടിട്ട് സർപ്രൈസ് ആയിട്ട് വരാനുള്ള തോന്നുന്നുണ്ട്. നമ്പർ ഹൈഡ് ചെയ്യണം കേട്ടോ. ഹാമ്പർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അമ്മിമാമനെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ അമ്മിയാമ്മ പറഞ്ഞിട്ട് നമുക്ക് ഹാമ്പർ വിളിച്ചാലോ? തോന്നുന്നുണ്ട് അമ്മിമാമാന്റെ ഭാര്യയുണ്ട്. കറക്റ്റ് ആ സൈഡിൽ നിങ്ങോട്ട് തിരില്ല. കറക്റ്റായിട്ടോ അമ്മിമാമ. ഞങ്ങളെ രണ്ടാളുടെയും മുടിയൊക്കെ ഒരുപോലെ, സ്വഭാവം ഒരുപോലെ. എൻ്റെ മൂക്കമ്മി പുള്ളിയുണ്ട്, എൻ്റെ മൂക്കമ്മി പുള്ളിയുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അങ്ങനെ ചെയ്യാം. അറിയില്ല ഇവിടെ റിപ്ലൈ തരുന്നില്ല. ഇവിടെ ഇല്ലെങ്കിലോ നോക്കി നോക്കാം. ബൊക്കറാളാണ് ഗൈസ്. ബൊട്ടിക്കിൻ്റെ ആളായിരുന്നു. ഏതാണ് എന്തിൻ്റെ ആളാണ്? മറ്റേ ഹാമ്പറോ? ഹാമ്പറിൻ്റെ ആള്. ആരാണ്? ഇത് മാമ എവിടെ? മാമിയുടെ ഗൈസ് പിന്നെയും പറ്റിച്ച് നമ്മള്. പൊട്ടിക്കാനായില്ല. ആളായതാ. പറഞ്ഞോ ഞങ്ങളൊക്കെ എങ്ങനെ? ഞാൻ പ്രിപ്പയർഡ് അല്ല. ഇത് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് സർപ്രൈസ്. ഞാൻ എന്താ പറയാ, ഞാൻ ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്യട്ടെ. സ്ക്രിപ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് റിയൽ ലൈവ്. യൂട്യൂബിൽ ഇപ്പോൾ എല്ലാവരും 10-15 ആൾക്കാർ യൂട്യൂബിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഫിൽറ്ററൊക്കെ ഉണ്ട്. അല്ലടോ അമിക്കപ്പ വരും. എങ്ങനെയാണ് ഇതൊന്ന് പ്ലാൻ ചെയ്യണം. ഇല്ല അവരവിടെ താഴെ ഉണ്ട്, വണ്ടിയിലുണ്ട്. അമിക്ക അങ്ങോട്ട് കയറിയതിനു ശേഷം അവര് വരുള്ളൂ. അവരാദ്യം വരുമോ? അല്ലല്ല, അമിക്ക എൻ്ററിന് ശേഷം ഞാൻ മെസ്സേജ് അയക്കും. അപ്പോഴേ അവര് വരുള്ളൂ. ഈ ഹാമ്പേഴ്സിന്റെ ആൾക്കാര് അവർക്കും വീഡിയോ ക്യാച്ച് ചെയ്യണം. അപ്പൊ ഞങ്ങൾ വിളിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ റൂമിലിരിക്കണം. നമ്മള് റൂമിൽ വിളിച്ചിരിക്കണം. നമ്മളെ പുറത്താക്കി നമ്മളെ തേച്ച് നിങ്ങൾ ആ റൂമിൽ പോയിരിക്കണം. നിങ്ങൾക്ക് ഫുഡ് ഉണ്ട്. ഫുഡ് ഞങ്ങൾ കഴിച്ചാ അതിനത് ഉണ്ടായില്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇവന് ഇനി ഇവ മാത്രം വരുമ്പോ ഇതൊക്കെ ചെരുപ്പൊക്കെ അടുത്തേക്കട്ടെ. ഞാനത് പറയാം, അത് നമുക്ക് ആഫ്റ്റർ. ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യാം ഗൈസ്. എന്ത് സംഭവിച്ചെങ്കിൽ വേറെ സർപ്രൈസ്. അതെ, അത് ഹാമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ടീം വരുന്നുണ്ട്. അപ്പോൾ അവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് നമ്മളെ സർപ്രൈസ്. അപ്പോൾ 2 സർപ്രൈസ്. ഒരു ബർത്ത്ഡേക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ സർപ്രൈസ് 2 സർപ്രൈസാണ്. നമ്മളോട് മുണ്ടാണ്ടിരിക്കാൻ പറയും ചിലപ്പോൾ. നമ്മൾ മിണ്ടാട്ടാ. ഇതേ നോക്ക്, സാധനങ്ങളൊക്കെ റെഡി അല്ലേ? വായിച്ചിട്ട് ആദ്യം മലയാളം. ഇതിന് മുന്നേ പൊട്ടിച്ചിട്ടുണ്ടോ? ഇല്ലേ, അതായിട്ടാണോ പൊട്ടിക്കണത്? കീറണം. ഇതിന് നേരത്തെ പൊട്ടിക്കൂലേ? പൊട്ടുന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എല്ലായിടത്തും ഈ സാധനം പാടലാണ്. ഒന്നും കണ്ട് ഇത് പൊട്ടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണോ? അത് വേണ്ട, ഒരെണ്ണുള്ളൂ. നമുക്ക് ഭയങ്കര ഐഡിയ ഉണ്ട് കേട്ടോ വിഷയം.
ഇതിങ്ങനെ കീറിയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടും. പൊട്ടുന്നതാണ് ജസ്റ്റ് മാമനയുടെ ഡോർ തുറക്കണ ശബ്ദം ഞാൻ കേട്ടിട്ടാ. മിണ്ടായിരിക്കും. മാമി വീണ്ടും ഫുഡ് ആയിട്ട് വന്നിക്ക. ഇതിന്റെ പകുതികൾ കഴിച്ച്. അതെ എല്ലാരും പ്രിപ്പയർ ആയിട്ട് എന്നോളി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങള് വ്ളോഗേഴ്സാ പറഞ്ഞോ. സർപ്രൈസ് ആയോ? ഇവിടെ എന്തോ പരിപാടി ഒപ്പിക്കുന്ന കരയുന്നു. അവളെ വയറുവേനൊക്കെ മനസ്സിലായി. മാമി ഓവർ ആക്ട് ചെയ്ത് അലമ്പാക്കിയിട്ടുണ്ട് കഴിച്ചു. അത് പൊക്കെ 12 മണി ഷാർപ്പ്. അതൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആണ് ഫുൾ. അതല്ല ഞങ്ങളോട് പൂവല്ലേ എന്ന് പോണം. എങ്ങനെയുണ്ട് ഇതല്ലേ പറയാ ഞങ്ങള് അബുദാബിന്ന് വന്ന ഞങ്ങള് യൂട്യൂബേഴ്സാണ്. പൊട്ടിട്ടാ സംഭവം സന്തോഷായി. ഞങ്ങള് നെയ്ച്ചോറും ബീഫും കഴിച്ചു. അല്ല ഇത് അങ്ങനത്തെ സർപ്രൈസ് അല്ലേ? ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആ 12 മണിക്ക് കറക്റ്റ് തരാനാ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ നിങ്ങള് പുറത്തു പോയി പുറത്തേക്ക് പോകണം. ഞാൻ കൊറേ കേക്ക് മുറിക്കോ നടക്ക്. അവിടുന്ന് മുറിക്കാം. ഇവിടെ കള്ള അനക്ക് പൊട്ടിക്കാനൊക്കെ അറിയാലേ. ഞങ്ങൾക്ക് അവിടെ എത്തണം. നാളെ ഡ്യൂട്ടി ഉള്ളവരാ. എന്റെ ബർത്ത്ഡേ ഒന്നല്ല. ഇത് കഴിക്കുക. അത് പിന്നെ പിന്നെ നോക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങള് പാട്ടൊന്നും അറിയില്ല. ഇതന്നെ ഞങ്ങൾ ഒപ്പിച്ച് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. അതെന്താ മിണിങ്ങിയത്? അതെന്താ മിണിങ്ങി? അങ്ങോട്ട് കൊടുക്കേ. ഇതൊക്കെ എന്നാ പഠിക്കുക? എന്തൊക്കെ പഠിക്കാം? 34 വയസ്സായിട്ടുണ്ട്. നമുക്ക് തന്നില്ല. 34 ആയോ? 34 വയസ്സായി. അതൊക്കെ അലമ്പാണ്. നമ്മളെ കേക്ക് കൊണ്ട് ഭക്ഷണം ഇല്ല സന്തോഷമായി ജസ്റ്റ് ടച്ച് ചെയ്തു. അപ്പൊ അങ്ങനെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ മതി. എന്താ എല്ലാവർക്കും വിളിച്ചാലേ ഞാൻ വരുള്ളൂ. ഈ വിളിക്കാൻ വേണ്ടി എന്റെ ബിഷറിനെ ഞാൻ കേക്ക് വെച്ച് മുറിച്ചു
മാമ കൈ കഴുകാൻ പോയി ഗൈസ്. നമ്മുടെ മാമയുടെ പകരം ഞാൻ ബാക്കിൽ നിർത്താൻ. അപ്പം ഞാനും മാമി ഒരാളെ കഴിയും. ആക്കണോ ക്യാമറയ്ക്ക് തരുന്ന പോലെ വിസറിന് കൊടുക്കാം. ഷാർപ്പ് 12 മണി. ഇല്ല ഷാർപ്പ് 12 മണിക്ക് കൊടുത്തേക്കണം. അതാണ് ഞങ്ങൾ 12 അതല്ല, ഞാൻ മണിക്ക് വരുന്നില്ല എന്ന് പറയുന്ന നിങ്ങളെടുത്ത്. ഇത് കഴിഞ്ഞില്ലേ? ഇല്ല എന്തുകൊണ്ട് അതാ മോഞ്ചി ഗൈസ്. അതെ ലൈൻ കട്ട് ഒന്നും കൂടെ എടുത്തോ. അപ്പൊ തന്നെ നന്നാൻ തീരുന്നില്ലേ? ചെറുതായിട്ട് പാളിപ്പോയതാ. വേണ്ട കണ്ടു പോയോ? ഒരു കഷ്ണം കൈ കഴിച്ചിട്ട് പോവാ. ഞാൻ അപ്പുറത്തെ വണ്ടി പറക്കിട്ട് വരുമ്പോഴേക്കും നമ്മള് പോലും സർപ്രൈസ് ആയി. ഞാൻ കണ്ടിക്കണേ. പക്ഷെ ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ ഇല്ലായിരുന്നു അപ്പൊ പിടിക്കപ്പെട്ടേനെ. അഭിനയില്ലല്ലോ. അറിയാത്ത ഒരാളൂടെ ഉണ്ട് ഇവിടെ. അതെ ഞാന് മറ്റേ റീൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും മാമി ഓൺ ഫയർ. ആ വീഡിയോ തേടി കൂടുതലാണെങ്കിൽ ലൈക്ക് കിട്ടിയിരുന്നത് ആ അല്പ സംസാരിക്കണ ലൈവ് ഒക്കെ ഉണ്ട് പരിപാടി ഉണ്ട്. കമന്റ് ആക്കിയിട്ട് ഉണ്ടാവും. കണ്ടില്ല ഞാനാണ് സെലിബ്രിറ്റി. ശരിക്കും ഞാൻ ശരിക്കും ക്യാമറയുടെ ബാക്കിലാ. അമ്മ ഫ്രണ്ട് അതുകൊണ്ടാ. ആരെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങള്? എന്നെ കണ്ടില്ലേ? അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ? കൊടുത്തതാ. കാർഡ് ഇറക്കില്ലെന്നാ അതിന് കാർഡ് ഇറച്ചിട്ട് പോയോ? അല്ല ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് പേയ്മെന്റ് കൊടുത്തിട്ട് പോയോ? ഹാമറിന്റെ പേയ്മെന്റ് കൊടുക്കാണ്ട് കൊടുത്തിട്ട് വരും. ആ കല്യാണത്തിന് അല്ലല്ല ഇത് ഒറിജിനൽ. താങ്ക് യു. ഇത് പ്രശ്നടാ. ഇതടിയോ മതി. മോനെ വീഡിയോഗ്രാഫറാ. അതെ വേണ്ട ഒരു കഷ്ണം അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല. 1 മണിക്കൂറാക്കണം പറഞ്ഞിട്ടുള്ളേ. ദാട്ടുകളു അതെ രണ്ട് അറിയാത്ര ഇത്ര സന്തോഷമായി. സന്തോഷം കൊണ്ട് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ്ടേ? ഇനിയുണ്ടോ? അയ്യോ വായിച്ചോ?
ഇതിന് മുന്നാമ്പുറത്തുള്ള വീഡിയോ എടുക്കണം കേട്ടോ. പഴയ പേഴ്സ് ഇങ്ങനെ നോക്കിയിട്ട് പേഴ്സ് വാങ്ങാൻ പറ്റും. അതിന്റെ ഒരു ദുരന്തം കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഏതിതാ ഇതിന്റെ ഒരു വൃത്തികേട്. പേഴ്സ് ഭംഗി നോക്കിയിട്ടല്ല മേടിക്കുക. അപ്പൊ ഗിഫ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. താങ്ക് യു. താങ്ക് യു അല്ല, എന്താ എന്താ ഐ ലവ് യു. നീ പേഴ്സ് പിടിച്ചേ. അത് കട്ട്